ഹലോ, ഉണ്ണികളെ ഒരു കഥ പറയാമിൻ്റെ അടുത്ത കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ബഗ് ഇൻ ഇറാഖ്. ഇത് ഉസ്ബോൺ ഫോണിക് റീഡേഴ്സിൻ്റെ ഒരു ബുക്കാണ്. എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ അവൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബുക്സ് ആയിരുന്നു. മിക്ക ദിവസവും എന്നെ കൊണ്ടിത് വായിപ്പിക്കുമായിരുന്നു. സോ നമ്മുടെ ബഗ് കഥാനായകൻ ഉറങ്ങാൻ റെഡിയായി നിൽക്കുവാണ്. നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടു, പുറത്ത് ജനലിലൂടെ മൂണും സ്റ്റാറും ഒക്കെ നോക്കി കർട്ടനൊക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കുക. എനിക്കിന്ന് നല്ലപോലെ ഉറങ്ങാനെല്ലാം റെഡിയാക്കി വെച്ചേക്കുക, കട്ടിലൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. ഉറങ്ങുന്നതിന് മുന്നേ കുടിക്കാനുള്ള ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ ഉണ്ട്, കെട്ടിപ്പിടിക്കാനുള്ള ടെഡി ബെയർ ഇവിടെ ഉണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ എന്തിനാ ഇന്ന് ഉറങ്ങുന്നേ? അത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ബഗ്ഗെടുത്ത് ഹോട്ട് ചോക്ലേറ്റ് ഉടമ്പടാ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം ദാണ്ടെ കട്ടിൽ വിരിച്ചിരുന്ന ആ റഗ്ഗില്ലേ അതെടുത്ത് പൊതച്ചു. അതിനകത്തോട്ട് സ്നഗിൾ അപ്പ് ചെയ്തു, റെഡിയായി ഉറങ്ങാൻ. എന്നിട്ട് ബെയറിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. ആഹാ, കണ്ടിട്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ തോന്നുന്നല്ലേ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടു. ഞെട്ടി എഴുന്നേറ്റു. എന്താ ശബ്ദം? ബഗ് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ദാണ്ടി ഒരു പൂച്ചയും ഒരു പട്ടിയും കൂടെ അടിപിടി ഉണ്ടാക്കുക. ബൗ ബൗ ബൗ, മ്യാവ് മ്യാവ് മ്യാവ്, ആകെ സൗണ്ട്, ആകെ ബഹളം. ബഗ് പുറത്തോട്ട് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ടോ? ആൻഡ് ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഓരോരോ വീടുകളാണ്. ഇതൊരു മരമാണ്. ആ മരത്തിൽ ഓരോ വീടുകളാണ്. അതിനകത്ത് ഒരു വീടിനകത്താണ് നമ്മുടെ ബഗ്. അടുത്ത മരത്തിൽ ഫ്ലാറ്റ് പോലെ. നല്ല രസമുണ്ടല്ലേ? പടം വരച്ച ആളുടെ കൺസെപ്റ്റ് സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബഗ് ഉറങ്ങാൻ കിടന്നു. അപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ബഹളവും കുലുക്കവും. കണ്ടേ, ബഗിൻ്റെ മകൾക്ക് തെറിച്ച് പോകുന്നു, കസേര തെറിച്ച് പോകുന്നു. ആകെ ഭയങ്കര ബൂം 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 സൗണ്ട്. എന്താ, അപ്പുറത്തെങ്ങാണ്ട് പാർട്ടി നടക്കുക, അതിൻ്റെ ബഹളം. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ, ബഗിൻ്റെ വീടിൻ്റെ താഴെയുള്ള വീട്ടിൽ ഒരു കൊച്ച് കിടന്ന് കരച്ചിൽ. ആ കൊച്ചിൻ്റെ അമ്മയെ കണ്ടു വരച്ചേക്കുന്ന. കൊച്ച് കരച്ചിൽ നിർത്താത്ത കാരണം അമ്മ കൊച്ചിനെ ഉറക്കാൻ നോക്കി ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന അമ്മ. ബഗ്ഗാണെങ്കിലോ ഇപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തൊരു കഷ്ടമാണ്, ദേഷ്യപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബഗ് എന്ത് ചെയ്തു, ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുക. അന്നേരം പിന്നെയും അടുത്തൊരു സൗണ്ട്. എന്താ, നമ്മുടെ മൂങ്ങ ഹൂട്ട് ചെയ്യുന്ന സൗണ്ട്, ട്വിറ്റു ട്വിറ്റു. അപ്പം വീണ്ടും നാണ്ട് നമ്മുടെ ബഗ് വന്ന് നോക്കുന്നു. മൂങ്ങയും മുള്ളാൻ തുടങ്ങി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി, എനിക്ക് ഉറങ്ങണ്ടേ. പിന്നെ ഉറങ്ങാമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ദാണ്ടേ വണ്ടികളെല്ലാം കൂടെ കിടന്ന് പീ 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 പീ. ഇത് നമ്മൾ ആദ്യം കണ്ട ആ പട്ടിയും പൂച്ചയില്ലേ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഓടിയേ, ഈ പട്ടിയും പൂച്ചയും പോയി കാറിൽ ഇടിക്കുകയോ തട്ടുകയോ കണ്ട് ചെയ്ത് അവിടെ പാർക്ക് ചെയ്ത് കാറുകളെല്ലാം കിടന്ന് ബീ 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 എന്ന് പറഞ്ഞാൽ അലാറം അടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ബഗ് ദേഷ്യം വന്നിട്ടോ, ഇനി ഉറക്കം നടക്കും തോന്നുന്നില്ല. ബഗിൻ്റെ നെയ്ബേഴ്സൊക്കെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്, ഇതെന്നാ എന്താ ഈ സൗണ്ട്, ഇനി എങ്ങനെയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് ഞാൻ ബഗ്ഗും നോക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് അവസാനം ബഗ് ജസ്റ്റ് ഒന്ന് ഉറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് രാവിലെയായി. ദാണ്ട് സണ്ണിൻ്റെ വെളിച്ചം താണ്ടേ വരുന്നു. അയ്യോ, ബഗിനാണെ രാവിലെ ആയിട്ട് കോട്ടുവായിടൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ എരിയുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബഗിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ബഗിൻ്റെ ജോലിക്ക് പോയി. സ്ലഗ്സ് റഗ് സ്റ്റോർ. ഈ ഉടുപ്പ് കണ്ടോ? ബഗ് അവിടെ ഫസ്റ്റ് നമ്മൾ കഥ അങ്ങനെ കണ്ടു വന്നപ്പോഴത്തേക്ക് കസേരയിൽ എടുത്തിട്ടിരുന്ന ഉടുപ്പ്. അതാണ്ട് ഇത് കണ്ടോ, ഉടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അങ്ങനെ സ്ലഗിൻ്റെ റഗ് സ്റ്റോറിലോട്ട് പോയി. പക്ഷെ ഉറക്കം തൂങ്ങിയാണ് പോകുന്നത്. രാവിലെ 9 മണിയായപ്പോഴത്തേക്ക് ബഗ് എത്തി. കണ്ണൊക്കെ തുറക്കാൻ വയ്യ, കണ്ണ് എരിഞ്ഞ് ചുമന്നാ ചെല്ലുന്നത്. അവിടെ ചെന്ന ഉടനെ നമ്മുടെ സ്ലഗ് പറഞ്ഞു, ഞാനിപ്പം പുറത്തോട്ട് പോവാം, ഞാൻ പുറത്തോട്ട് പോകുന്ന സമയത്ത് നീ ആ തിക്കായിട്ടുള്ള റഗ്ഗെല്ലാം വിറ്റോണം, ചുമ്മാ ഇങ്ങനെ നിൽക്കരുത്, വേഗം പോയി റെഡിയായിക്കോ, വേഗം പോയി ജോലി ചെയ്തോ, ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലഗ് പുറത്തോട്ട് പോയി. നമ്മുടെ ബഗ് പോയി റഗ്ഗൊക്കെ എടുത്ത് അടുക്കിയൊക്കെ വെക്കാൻ തുടങ്ങി. റഗ് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ എന്താണ്ട്, എന്തൊരു സോഫ്റ്റാണ് റഗ്, തൊട്ടിട്ട് തന്നെ നല്ല സോഫ്റ്റ്. ബഗിനങ്ങ് സന്തോഷം തോന്നി. കുറച്ച് കഴിഞ്ഞ് 10 ആയി. ക്ലോക്ക് നോക്കിക്കേ, ക്ലോക്കിൽ 10 ആയി, കണ്ടോ? അന്നേരം താണ്ടെ സ്ലഗ് തിരിച്ചു വന്നതും കടയുടെ മുമ്പിൽ വലിയ ക്യൂ, നിറയെ ആൾക്കാർ, പിള്ളേരെയും കൊണ്ട് ആൾക്കാർ, അല്ലാത്തവർ എല്ലാവരും സ്ലഗിൻ്റെ കടയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് ക്യൂ നിൽക്കുക. ഇതെന്താ, എല്ലാവരും എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എൻ്റെ കടയിൽ എന്താ ഇത്ര തിരക്ക്?
നമ്മുടെ സ്ലഗി ചോദിച്ചു, എന്താ കാര്യം, എന്താ കാര്യം, എന്താ ഇവിടെ തിരക്ക്, ഇത്ര തിരക്കിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞ് സ്ലഗി ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അവർ ആരൊക്കെയോ പറയുന്നു, ഞങ്ങൾക്കും ബഗ്ഗിനെ പോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, ബഗ് ഉറങ്ങുന്ന കണ്ടിട്ട് ഞങ്ങൾക്കും കൊതി വരുന്നു, ഞങ്ങൾക്കും അതുപോലെ കിടന്ന് സ്നഗ്ഗായിട്ട് ഞങ്ങൾക്കും കിടന്ന് ഉറങ്ങണം. കണ്ട് നോക്കിക്ക്, ബഗ് അവിടെ ഇരുന്ന് കടയിലുള്ള റഗ് എടുത്ത് പൊതിഞ്ഞ് നല്ല കൂർക്കം വലിച്ച് ഉറക്കം. ബഗ്ഗിൻ്റെ ഉറക്കം കണ്ടിട്ട് അവിടെ ഉള്ള എല്ലാവർക്കും അതുപോലെ കിടന്ന് ഉറങ്ങാനുള്ള ആഗ്രഹം കാരണം റഗ് മേടിക്കാൻ വന്നതാ. ദാണ്ടെ അവസാനം എന്താ സംഭവിച്ചത്, എല്ലാവരും റഗ് മേടിച്ചുകൊണ്ട് പോയി. ബഗ്ഗുകൾ മാത്രമല്ല, ദാണ്ട് ഒരു കൊതുക് വരെ റഗ് മേടിച്ചുകൊണ്ട് പോയി. അവസാനം നമ്മുടെ ബഗ് ഉറങ്ങിയിട്ട് ബഗ്ഗിന് എന്ത് കിട്ടി, എംപ്ലോയി ഓഫ് ദ വീക്ക് അവാർഡ് വരെ കിട്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല കഥയല്ലായിരുന്നോ? എല്ലാ ഉണ്ണികൾക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചു. ഇനി ഇതുപോലത്തെ നല്ല കഥകൾ വായിക്കാൻ വീണ്ടും വരിക.